യമനിൽ വധശിക്ഷ കാത്തുകഴിയുന്ന മലയാളി നഴ്സ് നിമിഷ പ്രിയയുടെ മോചനം യാഥാർത്ഥ്യമാകുമോ? ആശ്വാസ വാർത്തയാണ് വരുന്നത്. ഇന്ത്യയുടെ അഭ്യർത്ഥനയിൽ വിഷയത്തിൽ ഇറാൻ ഇടപെടുന്നു. ഇക്കാര്യം ഇറാൻ സ്ഥിരീകരിച്ചിട്ടുണ്ട്. യമനുമായി ചർച്ച നടത്തുന്നതായി ഇറാൻ വിദേശകാര്യമന്ത്രി അറിയിച്ചു. നിമിഷ പ്രിയയുടെ മോചനത്തിനായി ഇറാൻ ഇടപെടുന്നു എന്ന വാർത്ത നേരത്തെയും വന്നിരുന്നു. എന്നാൽ ഇക്കാര്യത്തിൽ സ്ഥിരീകരണം ഉണ്ടായിരുന്നില്ല. ഇറാൻ വിദേശകാര്യമന്ത്രിയുടെ സ്ഥിരീകരണം ഏറെ ആശ്വാസം നൽകുന്നതാണ്. അതിനൊപ്പം മറ്റു പലരുടെയും മോചനത്തിനായി ഇറാൻ ശ്രമിക്കുന്നതായും വിദേശകാര്യമന്ത്രി സെയ്ദ് അബ്ബാസ് അറാക്ചി പറഞ്ഞു. കഴിഞ്ഞ ദിവസം നിമിഷ പ്രിയയുടെ മോചനം രാജ്യസഭയിൽ ചർച്ച ചെയ്തിരുന്നു. വിഷയം രാജ്യസഭയിൽ ഉന്നയിച്ചത് ജോൺ ബ്രിട്ടാസ് എംപിയാണ്. നിമിഷ പ്രിയയുടെ കുടുംബത്തിന്റെ ആവശ്യപ്രകാരം വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അക്കൗണ്ടിലൂടെ $40,000 കൊല്ലപ്പെട്ടയാളുടെ കുടുംബത്തിന് കൈമാറിയെന്ന് കേന്ദ്രമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് മറുപടി നൽകി. തുടർ നടപടികൾക്കായി നിമിഷ പ്രിയയുടെ കുടുംബവും കൊല്ലപ്പെട്ടയാളുടെ കുടുംബവും തമ്മിൽ ചർച്ച തുടരുകയാണെന്നും വിദേശകാര്യമന്ത്രി പറഞ്ഞു. നിമിഷ പ്രിയയുടെ അമ്മയ്ക്ക് യമനിലേക്ക് പോകാൻ സൗകര്യമൊരുക്കിയെന്നും ചർച്ചയ്ക്ക് പവർ ഓഫ് അറ്റോർണിയെ നിയോഗിച്ചെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. ഒരു അഭിഭാഷകന്റെ സഹായം വിദേശകാര്യ മന്ത്രാലയം ഫണ്ട് ഉപയോഗിച്ച് ഉറപ്പാക്കി. ആക്ഷൻ കൗൺസിൽ കൊല്ലപ്പെട്ടയാളുടെ കുടുംബത്തിന് നൽകാൻ പിരിച്ച ബ്ലഡ് മണി യമനിൽ എത്തിക്കാനും സഹായം നൽകിയെന്നും മന്ത്രി പറഞ്ഞു. എന്നാൽ മോചനം സാധ്യമാക്കാൻ രണ്ട് കുടുംബങ്ങളും തമ്മിൽ നടത്തുന്ന ചർച്ചയിൽ തീരുമാനം ഉണ്ടാകേണ്ടതുണ്ടെന്നും മന്ത്രി അറിയിച്ചു. മാനുഷിക പരിഗണന എന്ന നിലയിൽ ഈ വിഷയത്തിൽ ഇടപെടാൻ തയ്യാറാണെന്ന് ഇറാന്റെ മുതിർന്ന വിദേശകാര്യ ഉദ്യോഗസ്ഥൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഇറാൻ വിദേശകാര്യ സഹമന്ത്രിയുടെ ഇന്ത്യ സന്ദർശനത്തിനിടെയായിരുന്നു ഉദ്യോഗസ്ഥന്റെ പ്രതികരണം. കേസിൽ നിമിഷ പ്രിയയുടെ വധശിക്ഷ നടപ്പിലാക്കാൻ യമൻ പ്രസിഡന്റ് റാഷദ് അൽ അലിമി അനുമതി നൽകിയതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു. ഒരു മാസത്തിനുള്ളിൽ വധശിക്ഷ നടപ്പാക്കുമെന്നും റിപ്പോർട്ടുകൾ വന്നിരുന്നു. നിമിഷ പ്രിയയുടെ മോചനത്തിനായി സാധ്യമാകുന്ന എല്ലാ സഹായങ്ങളും ചെയ്യുമെന്ന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിരുന്നു. 2012-ലാണ് പാലക്കാട് കൊല്ലങ്കോട് സ്വദേശിനി നിമിഷ പ്രിയ നഴ്സായി യമനിലെത്തിയത്. നിമിഷ പ്രിയയുടെ ബിസിനസ് പങ്കാളിയായിരുന്ന യമൻ പൗരൻ 2017-ലാണ് കൊല്ലപ്പെട്ടത്. കൊലപാതകത്തിൽ നിമിഷ പ്രിയയ്ക്ക് പങ്കുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് അറസ്റ്റ് ചെയ്യുകയും 2018-ൽ വധശിക്ഷയ്ക്ക് വിധിക്കുകയും ചെയ്തു. വധശിക്ഷയ്ക്കെതിരായ അപ്പീൽ 2022-ൽ തള്ളി. വധശിക്ഷ പരമോന്നത കോടതി കഴിഞ്ഞ വർഷം ശരിവച്ചു. കൊല്ലപ്പെട്ടയാളുടെ കുടുംബം മാപ്പ് നൽകുക മാത്രമാണ് മുന്നിലുള്ള വഴി. യമൻ പൗരന്റെ കുടുംബത്തിന് ബ്ലഡ് മണി നൽകി വധശിക്ഷ ഒഴിവാക്കാനുള്ള അവസാന ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്.